സമീർ ബിൻ കരീം കൂടി നമുക്കൊപ്പം ചേരുന്നു. സമീർ, നമ്മൾ ഈ ആശുപത്രി ദൃശ്യങ്ങൾ കാണിക്കുന്നത് പ്രിയപ്പെട്ട പ്രേക്ഷകർ വളരെ സങ്കടത്തോടെയാണ് കാണുന്നത്. അതുകൊണ്ട് നിയന്ത്രണ വിധേയമായിട്ട് വേണം നമ്മൾ അവിടെ ക്യാമറ പകർത്തുവാൻ. അവർക്ക് താങ്ങാൻ കഴിയാത്ത ദൃശ്യങ്ങളാണ്. പക്ഷേ കൺമുമ്പിലെല്ലാം തകർന്നടിഞ്ഞു പോയൊരു ജനതയുടെ വേദനകൾ നമുക്ക് അധികൃതരെ കാണിച്ചേ പറ്റൂ. എന്തെങ്കിലും അവർക്ക് ആശ്വാസ കരങ്ങൾ എത്തുന്നുണ്ടെങ്കിൽ അത് ഉറപ്പുവരുത്തേണ്ടത് മാധ്യമങ്ങളുടെ ജോലിയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകർ, നമുക്ക് കാണാൻ വിഷമമുള്ള ദൃശ്യങ്ങൾ കാണുന്നു എങ്കിൽ പോലും അതൊക്കെ നമ്മൾ കാണിക്കുന്നതിന് ചില ലക്ഷ്യങ്ങളുണ്ട് എന്ന് പ്രേക്ഷകർ മനസ്സിലാക്കണം. ഈ ആശുപത്രിയിലേക്ക് വളരെ സങ്കടകരമായ കാഴ്ചകളാണ് നമുക്ക് ഇവിടെ നിന്നും കാണാൻ സാധിക്കുന്നത്. പലപ്പോഴും നമ്മൾ തന്നെ വികാര നിർഭരമാകുന്ന ഒരു കാഴ്ച, അല്ലെങ്കിൽ നമുക്കിപ്പോൾ നിയന്ത്രണം വിട്ടുപോകുന്ന ഒരു കാഴ്ച. ഇപ്പോൾ നിരവധി കുട്ടികൾ ഇവിടെയുണ്ട്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ നമുക്ക് ഒരു കുട്ടിയെ കാണാൻ, കുട്ടിയുടെ മാതാവ് തീവ്രപരിചരണ വിഭാഗത്തിലാണ്. പക്ഷേ ഇവരെ മറ്റാരെയും ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം. ഇവരെ നിലവിലിപ്പോൾ ആരാണ് കിട്ടിയിരിക്കുന്നത്? കുട്ടിയും കുട്ടീൻ്റെ ഉമ്മയും മാത്രം ഒഴുകി വന്നിട്ട്, കുട്ടീൻ്റെ ഉമ്മ ഐസിയിലും ഉണ്ട്, പിന്നെ കുട്ടി തവടെ, പിന്നെ ഉപ്പാനെ, പിന്നെ 2 ജ്യേഷ്ഠത്തിമാരെ, പിന്നെ വല്യമ്മാനും കിട്ടിയിട്ടില്ല. വീടൊക്കെ ഒഴുകി പോയിക്കണെന്നാണ് പറഞ്ഞു കേട്ടത്. ഇന്ന് രാവിലെയാണ് കുട്ടീനെ ഇങ്ങോട്ട് എത്തിച്ചത്. എപ്പോഴാണ് എത്തിയത്? എത്ര മണിക്ക് എത്തിയ സുലേഖ? ഇത് രാവിലെയാണോ എത്തിയത്? അല്ല, രാവിലെ കുട്ടി ഇങ്ങോട്ട് ഞങ്ങൾ എത്തിയത് 6 മണിക്ക്. കുട്ടീനെ കൊണ്ടുവന്നത് ഒരു 10 മണിട്ടായിട്ടുണ്ടാവും കുട്ടീനെ കൊണ്ടുവന്നപ്പോൾ. ഈ അപകടം ഉണ്ടായ സ്ഥലത്ത് താമസിക്കുന്നവരാണ്? അതല്ല ബന്ധുക്കളാണോ? ബന്ധുക്കളാണ്. ഞങ്ങള് റിപ്പണ്ടാണ്, ഇവര് ചൂരൽമലയാണ്. അവിടെ അല്ല താമസിക്കുന്ന പിന്നെ കുട്ടി നമ്മളെ മോളാണ് ഉള്ളത്. അവരൊക്കെ മക്കളൊക്കെ മറ്റവരൊന്നും കാണുന്നില്ല. ഇവര് മാത്രമേ ഉള്ളൂ. ഇവരും കുട്ടിയും മാത്രമേ ഉള്ളൂ. ഇവന്റെ കുട്ടീൻ്റെ ഉപ്പല്ല, പിന്നെ 2 ഏടത്തിമാരില്ല, ഉപ്പയുമില്ല, ഇവരൊന്നുമില്ല. വേറെ ആരും കിട്ടിയിട്ടില്ല, വിവരമൊന്നും അറിഞ്ഞിട്ടുമില്ല. മോളെ മാത്രം ഇവിടെ എത്തിച്ചു. മറ്റേ കുട്ടീൻ്റെ ഉമ്മ ICUലാണ്. അതാണ്. മോളെ ഉമ്മാന്റെ ആരോഗ്യത്തിൽ എങ്ങനെയുണ്ട് ഇപ്പോൾ? അവര് കാണിച്ചു തന്നിട്ടില്ല. എന്തൊക്കെ വിഷയമുണ്ട്, കുറച്ച് കഴിഞ്ഞ് വാർഡിലേക്ക് മാറ്റുമെന്ന് പറഞ്ഞു. എന്തോ കാലിനെന്തോ പ്രശ്നമുണ്ട്, മുഖത്ത് എന്തോ പ്രശ്നമുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മൾ കണ്ടിട്ടില്ല, കാണിച്ചു തന്നില്ല. മോൾക്ക് എന്തായാലും വലിയ പ്രശ്നങ്ങളില്ലാതെ രക്ഷപ്പെട്ടല്ലേ? അവൾക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, രക്ഷപ്പെട്ടു. ചെറിയ മുറികൾ മാത്രമേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. ഇങ്ങനെ നിരവധി കാഴ്ചകൾ നമുക്ക് ഇവിടെ കാണുന്നുണ്ട്. ഒന്നും പലവിധ പരിമിതികൾ നമുക്ക് കാണിക്കാനുണ്ടെങ്കിൽ പോലും ഈ കുട്ടിയുടെ ആരെങ്കിലും ഒക്കെ ഏതെങ്കിലും ആശുപത്രിയിൽ രക്ഷപ്പെട്ടവരുണ്ടെങ്കിൽ അവർ കൂടി ബന്ധപ്പെടട്ടെ എന്ന് കരുതി കൂടിയാണ് നമ്മൾ ഇത്തരം ദൃശ്യങ്ങൾ ടെലികാസ്റ്റ് ചെയ്യുന്നത്. ഏതായാലും ഈ കുട്ടിയുടെ ഉമ്മ മാത്രമാണ് നിലവിൽ രക്ഷപ്പെട്ടതായി കുടുംബത്തിന് വിവരമുള്ളത്. കുട്ടിയുടെ ഉപ്പ, അതോടൊപ്പം തന്നെ സഹോദരങ്ങൾ, ഒപ്പം ഉപ്പയുടെ ഉമ്മ, ഇങ്ങനെ എല്ലാവരും മിസ്സിംഗ് ആണ് എന്നുള്ളതാണ് നിലവിൽ ഈ കുടുംബം നമ്മോട് പറയുന്നത്. ഇവരുടെ അടുത്ത ബന്ധുക്കൾ നിലവിൽ എത്തിയിരിക്കുകയാണ് ഈ കുഞ്ഞിനെ അടുത്ത്. അതോടൊപ്പം തന്നെ ഇവരെല്ലാം തന്നെ ഈ അപകടമുണ്ടായ സ്ഥലത്ത് താമസിക്കുന്നവരെല്ലാം കൂടെയുള്ളവർ, മറ്റു ഇടങ്ങളിലുള്ളവരാണ്. അവർ വിവരം അറിഞ്ഞ് നിലവിൽ ആശുപത്രിയിലേക്ക് എത്തിയതാണ്. സമീർ ബിൻ കരീമാണ് നമുക്കൊപ്പം ചേർന്നപ്പോൾ. ഷഹത്ത് റഹ്മാൻ ഒരു കാര്യം അറിയിക്കുന്നു. ചാലിയാർ പുഴയുടെ കൈപ്പിനി കുന്നത്ത് പൊട്ടി ഭാഗത്തു നിന്നും 18 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു പെൺകുട്ടിയുടെ മൃതദേഹം ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട് എന്ന് ഷഹത്ത് റഹ്മാൻ അറിയിക്കുന്നു.